വിവേചനപരമായ സർക്കാർ നടപടികൾക്കെതിരെ സമാധാനപരമായ ചർച്ചകൾ പരാജയപ്പെട്ടപ്പോൾ നെൽസൺ മണ്ടേലയും സുഹൃത്തുക്കളും സർക്കാരിനെതിരെ സായുധ പോരാട്ടം ആസൂത്രണം ചെയ്യുന്നു. അന്നത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളായിരുന്നതുകൊണ്ട് തന്നെ റിവോണിയ വിചാരണയിൽ 1963-64 കാലഘട്ടങ്ങളിലെ രാജ്യദ്രോഹം, ഗൂഢാലോചന, അട്ടിമറി ശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തി നെൽസൺ മണ്ടേലയെ 27 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കുന്നു. 27 വർഷത്തിലെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ ജയിൽ മോചിതനായ നെൽസൺ മണ്ടേല ആഫ്രിക്കയുടെ സർവാധികാരത്തിലെത്തിയ കഥ 100 Days 100 Legend Story Part 8. ഇതുപോലുള്ള ഗൂസ് ബം ചരിത്രങ്ങൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ജയിലഴിക്കകത്തായ നെൽസൺ മണ്ടേല 18 വർഷം റോബൻ ഐലൻഡിലെ കഠിന തടവിലും ബാക്കി വർഷങ്ങൾ മറ്റ് ജയിലുകളിലുമായി നരകിക്കുന്നു. റോബൻ ഐലൻഡിലെ കഠിന തടവിനായി വിധിച്ച ജയിലിൽ വർണ്ണവിവേചന പീഡനങ്ങൾ ഏറ്റവും ക്രൂരമായ ശിക്ഷാ നടപടികളാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. നെൽസൺ മണ്ടേലയെ പോലുള്ള രാഷ്ട്രീയ തടവുകാരെ ശാരീരികമായും മാനസികമായും തകർക്കാൻ ജയിൽ വാർഡന്മാർക്ക് അന്ന് പ്രത്യേക അനുമതി ഉണ്ടായിരുന്നു. അന്ന് കഠിനമായ വെയിലത്ത് പാറകൾ ഉടയ്ക്കുന്നത്, വെറും തറയിൽ കിടന്നുറങ്ങുന്നതും കൂടാതെ സ്വന്തം മകൻ മരിച്ചപ്പോ ആ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശം പോലും മണ്ടേലയ്ക്ക് നിഷേധിക്കപ്പെട്ടു. മനസ്സ് മടുത്ത് തളർന്ന നെൽസൺ മണ്ടേലയെ വർണ്ണവെറിയന്മാർ ഇരുട്ടുമുറിക്കുള്ളിലിട്ട് വെളുക്കുവോളം ബെൽറ്റിനടിക്കുമായിരുന്നു. ഒരിക്കൽ ആഹാരം പോലും കിട്ടാതെ തൊണ്ട വരണ്ട് തളർന്നു വിടാ മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ തലയിൽ മൂത്രമൊഴിച്ചു കൊടുത്ത് അത് നക്കി കുടിക്കാൻ പറഞ്ഞൊരു ക്രൂരനായ വാർഡ് ആ ജയിലിനകത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള 27 വർഷത്തെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച ശേഷം 1990 ഫെബ്രുവരി 11 നെൽസൺ മണ്ടേല ജയിൽ മോചിതനാവുന്നു. ജയിൽ മോചനത്തിന് ശേഷം കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും രോഷവും ഉണ്ടായിരുന്നുവെങ്കിലും പ്രതികാരത്തിന് മുതിരാതെ ക്ഷമയും അനുരഞ്ജനവുമാണ് രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമെന്ന് അദ്ദേഹം തന്റെ ജനതയെ ബോധ്യപ്പെടുത്തി. ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിയ രാജ്യത്തെ സമാധാനത്തിലേക്ക് നയിക്കാൻ മണ്ടേലയുടെ സുപ്രധാന തീരുമാനം സഹായിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ വിവേചനം അന്ന് സമാധാന മാർഗങ്ങളിലൂടെ അവസാനിപ്പിക്കാൻ മണ്ടേല നടത്തിയ പോരാട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് 1993 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നു. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ 1994 ഏപ്രിലിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആദ്യത്തെ ജനാധിപത്യ തിരഞ്ഞെടുപ്പിൽ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ നയിക്കുകയും ഈ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് ആയ ശേഷം ഒരു ദിവസം അദ്ദേഹം തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം നഗരത്തിലെ ഒരു സാധാരണ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി പോകുന്നു. എല്ലാവരും ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ മണ്ടേലയുടെ തൊട്ടടുത്ത് ഒരാൾ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മണ്ടേലയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ മനുഷ്യൻ വളരെയധികം ഭയപ്പെടുന്ന പോലെയും കൈകൾ വിറയ്ക്കുന്നതായും കാണപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ പോലും അയാൾ പാടുപെടുകയായിരുന്നു. ഇത് കണ്ട മണ്ടേല തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടായിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന ആളെ വിളിച്ച് നമ്മുടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ പറയും. ഇത് കേട്ട ഉദ്യോഗസ്ഥൻ ആ മനുഷ്യനെ ക്ഷണിക്കുന്നു. അയാൾ പേടിയോടെ മണ്ടേലയുടെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഒന്നും സംസാരിക്കുന്നില്ല. അയാളുടെ കൈകൾ അപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ഉടനെ മണ്ടേലയെ അയാളൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ധൃതിയിൽ ഇറങ്ങി പോകുന്നു. അയാൾ പോയതിനു ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥർ മണ്ടേലയോട് പറഞ്ഞു, സാർ, ആ മനുഷ്യന് അസുഖം എന്തുണ്ടെന്ന് തോന്നുന്നു, അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പൊ മണ്ടേല ശാന്തമായി മറുപടി നൽകി, അല്ല, അയാൾക്ക് അസുഖമൊന്നുമില്ല, ഞാൻ വർഷങ്ങളോളം കിടന്ന ജയിലിലെ വാർഡനായിരുന്നു അയാൾ. ഞാൻ തളർന്ന് വീടാറായപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചതിന് എന്റെ തലയിൽ മൂത്രമൊഴിച്ച വ്യക്തിയാണ് അയാൾ. ഇന്ന് ഞാൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയപ്പോ ഞാൻ അയാളോട് പ്രതികാരം ചെയ്യുമെന്ന് കരുതി അയാൾ ഭയപ്പെടുകയായിരുന്നു. പക്ഷെ എന്റെ സ്വഭാവത്തിൽ പ്രതികാരത്തിന് സ്ഥാനമില്ല, ഞാൻ എല്ലാം മറക്കുന്നു. ഈ ചരിത്ര കഥകളിൽ നിന്ന് നെൽസൺ മണ്ടേല നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു പാഠമുണ്ട്. ക്ഷമ എന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, മറിച്ച് അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വജ്രായുധമാണ്. And revenge, that's a waste of energy. I don't take revenge. I simply delete people.